എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു ചായ മസാലയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടല്ലോ നമ്മുടെ ഈ കുരുമുളക് ഇല്ലേ, കുരുമുളക് ഇതുണ്ട്. അപ്പോൾ ഈ സാധനം തന്നെ നമുക്ക് നേരെ നമ്മുടെ ചൂടാക്കണം. അപ്പോൾ ചൂടാക്കണം നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രാമ്പുവാണ്. ഇത് നമ്മുടെ ഏലക്കയാണ് കേട്ടോ. ഇത് നമ്മുടെ പെരിഞ്ചീരകമാണ്. ഇത് നമ്മുടെ കറുവാപ്പട്ടയാണ്. മസാല ഏലക്കയാണ്. ഇനി നമുക്ക് ഇച്ചിരി ജാതിപത്രി ഇടാം. ഇനി നമ്മുടെ തുളസിയാണ്, നമ്മുടെ നാടൻ തുളസി. ഇച്ചിരി പൂവും കാരും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നമ്മളുണ്ടല്ലോ കഴുകി എല്ലാം റെഡിയാക്കി നമ്മളൊന്ന് ചെറുതായിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്ത കാര്യം. ടിഷ്യൂ പേപ്പറിനകത്ത് അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിക്കകത്ത് പൊതിഞ്ഞെന്ന് വെച്ചാൽ അതൊന്ന് അതിന്റെ ഡ്രെയിൻ ആയി കിട്ടണം, വെള്ളം എല്ലാം മാറ്റി. അപ്പം ഇത്ര സാധനം. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഈ സാധനമൊക്കെ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ചൂടാക്കി അതിന്റെ ആ ഒരു എന്താ ഒന്ന് ചൂടായി ഒത്തിരി ചൂടായിട്ട് കരിഞ്ഞു പോകരുത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ അത്ര നമുക്ക് അത്യാവശ്യമുണ്ടല്ലോ ഒരു ചെറിയ ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ആ ഓയിൽ കണ്ടന്റ് ഒക്കെ ഒന്ന് നമ്മളിതൊന്ന് ചൂടാക്കുന്നത്. ഇതൊന്ന് ഒരു 1-2 മിനിറ്റ് ആ ഒരു സമയം ഈ ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മുടെ തുളസി ഇല ഇടാൻ. തണ്ട് ഒന്ന് മാറ്റിയിട്ട് ഇലയും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് ഇടുക കേട്ടോ. അപ്പൊ അതേ നമ്മുടെ സംഭവം ഉണ്ടല്ലോ അത്യാവശ്യത്തേക്ക് മൂത്തെല്ലാം റെഡിയുണ്ട്. നല്ല മണമാണ്. അയൽവക്കക്കാരൊക്കെ എത്തി നോക്കും. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ തുളസി. അപ്പൊ ഈ തുളസി കാണുമ്പോഴത്തേക്ക് വിചാരിക്കണ്ട ഇത് ഉണങ്ങിയതാണെന്ന് വിചാരിക്കണ്ട. ഇത് നമ്മൾ കഴുകി ഉണക്കിയെടുത്തതാണ്. കുറച്ച് പാടുപെട്ട് നമ്മൾ ഉണക്കിയതാണ്. അപ്പൊ ഇതും കൂടെ നമ്മൾ അതിന്റെ ഇല തണ്ടിടണമെന്നില്ല. എന്നിട്ട് ഈ പൂ ഇടാൻ കേട്ടോ, കുഴപ്പമില്ല. ഉണങ്ങിയ തുളസി കിട്ടും കേട്ടോ, മേടിക്കാനൊക്കെ ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ ഈ സാധനമൊക്കെ. അപ്പൊ നമ്മള് ഇതിന്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത മണമാണ്, അസാധ്യം. ഇതിന്റെ മണം മാത്രമല്ല ഭയങ്കര ഗുണമുള്ളൊരു സംഭവം കൂടിയാണ്. കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു എന്താ ഇപ്പൊ പനിയൊക്കെ വരുവാണെങ്കിലും ഒക്കെ നമ്മള് ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ചേർക്കും. അപ്പൊ നമ്മളിനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുക്കുപൊടി. അപ്പൊ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടുക, ഇല്ലെങ്കിൽ ചുക്ക് ഇടുക. പൊടിക്കാനുള്ള മാർഗം നമ്മുടെ മിക്സിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ചുക്ക് തന്നെ ഇട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇനി നമ്മളുണ്ടല്ലോ ഈ പൊടി കരിഞ്ഞു പോകരുത്, നിർത്താതെ ആ ചൂടത്ത് തന്നെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ അപ്പൊ ഈ ചുക്കിന്റെ ഉള്ള ആ ഒരു പച്ച ഇത് വരുമല്ലോ, അതും കൂടെ ഒന്ന് മാറണം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് തുടർച്ചയായിട്ട് ഇടയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. അപ്പൊ ഇതൊന്ന് ആറിയതിനു ശേഷം വേണം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിൻ്റെ അതിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പൊ അതായത് നമ്മുടെ മസാല കൂട്ടുകൾ കംപ്ലീറ്റ് ഇത് പൊടിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മണമായി സാധനത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മളിത് പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചായ കുടിക്കണ്ടേ. അപ്പൊ അതായത് നമ്മുടെ ചായ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീയൊന്ന് കുറയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഉണ്ടല്ലോ ഒത്തിരി ഇടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എത്രയോ ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര മസാല വേണ്ടി വരും. അപ്പൊ ഇതിപ്പോ നമ്മൾ എന്താ പറയുക നമ്മളിപ്പോ ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മളിത് ചേർത്ത് കൊടുക്കുക. ഇതങ്ങോട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ടുണ്ടല്ലോ ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം. തിളച്ചങ്ങ് മറിഞ്ഞു പോകരുത്. അത് പോകാതെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഈ ചായക്കകത്തോട്ട് ഇറങ്ങണം. അതെ നമ്മുടെ സംഭവം നല്ല തിളച്ച് അടിപൊളി കേട്ടോ. മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് അടിപൊളി കേട്ടോ. അപ്പൊ ഈ പൊടി ഉണ്ടല്ലോ നല്ല എയർടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി സൂക്ഷിച്ചു വെക്കുക. നന്നായിട്ട് തണുത്തിട്ട് വേണം വെക്കാൻ കേട്ടോ. നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ചെറിയ ചൂട് കാണുമല്ലോ. അപ്പൊ അതുപോലെ എന്താ പറയുക നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഒരു ഗ്ലാസിന്റെ കുപ്പിക്കകത്ത് വെക്കുക. ഉണ്ടാവും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഇത് അരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മളെന്തായാലും ചായ നമ്മൾ അപ്പം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നിർദ്ദേശം എല്ലാം നമ്മുടെ കമൻറ്റിൽ ഒന്ന് എഴുതുക. പിന്നെന്തുവാ ചായ കുടിക്കണം. അത് തന്നെ ചെറുതായിട്ടൊന്ന് ചൂട് മാറിച്ചൊന്ന് കുടിക്കണം. പിന്നെ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണം കൂടെ ഓൺ ചെയ്ത് റെഡിയാക്കി എല്ലാം വെക്കുക. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൂടെ ഒരു എന്താ പറയുക ഒരു സന്തോഷം. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും
'cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.